തീർച്ചയായും സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുന്നത് ബഹിരാകാശ ദൗത്യങ്ങളിൽ ചില സുപ്രധാന നാഴികക്കല്ലുകൾ കൂടി പിന്നിട്ടാണ്. ബഹിരാകാശ യാത്രയിൽ ഇരുവരുടെയും മൂന്നാം ഊഴമായിരുന്നു സ്റ്റാർ ലൈനർ ദൗത്യം. ബഹിരാകാശ ദൗത്യങ്ങളിൽ വലിയ പരിചയസമ്പത്തുള്ളവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് സ്റ്റാർ ലൈനറിൽ കഴിഞ്ഞ ജൂൺ 8-നാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇരുവരും ചേർന്ന് ഈ ദൗത്യത്തിൽ 12,47,491 മൈൽ ദൂരം താണ്ടിക്കഴിയും. 4,576 തവണ ഇക്കാലയളവിൽ ഭൂമിയെ വലം വച്ചു. ബഹിരാകാശ നിലയത്തിലെ വാസത്തിനിടെ 8 തവണ മറ്റ് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇരുവരും സാക്ഷ്യം വഹിച്ചു. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 2 പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. 3 തവണയായി ആകെ 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. 675 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ പെഗി വിറ്റ്സൺ മാത്രമാണ് സുനിതയ്ക്ക് മുന്നിലുള്ളത്. ബുച്ച് വിൽമോർ ഇതുവരെയായി 464 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. 9 മാസം നീണ്ട ബഹിരാകാശവാസത്തിനിടെ സുനിത വില്യംസ് 2 തവണ ബഹിരാകാശത്ത് നടന്നു. ഔദ്യോഗിക ജീവിതത്തിൽ 9 തവണയായി 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന സുനിത വില്യംസ് പുതിയ റെക്കോർഡും കുറിച്ചു. ബുച്ച് വിൽമോർ 5 തവണയായി 31 മണിക്കൂറും 2 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സംഘം സ്പേസ് ഡ്രാഗൺ പേടകത്തിൽ നാളെ പുലർച്ചെ ഭൂമിയെ തൊടും. സയൻസ് ഡെസ്ക് 24.